സ്വന്തം പ്രവൃത്തികളെല്ലാം ശരികളാക്കി വാദിക്കുന്നവർക്ക് മറ്റുള്ളവരെ കേൾക്കാനോ മനസ്സിലാക്കാനോ കഴിയില്ല. സ്വന്തം തെറ്റുകളെ ശരികളാക്കി സ്ഥാപിക്കാൻ ഏതറ്റം വരെയും പോകുന്നവരുണ്ട്. അങ്ങനെ നേടുന്ന ശരികൾക്ക് പിന്നിൽ നിഷ്കളങ്കമായ മനുഷ്യരുടെ കണ്ണീറുണ്ടാകും. ചെറിയ ചെറിയ വാശികൾ നല്ലതാണ്. ആരെയും തോൽപ്പിക്കാനല്ല, നമുക്ക് ജയിക്കാനുമല്ല, സ്വന്തം നിലപാടിൽ ജീവിക്കാൻ. നിങ്ങൾ എന്ത് ചെയ്താലും, നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ, ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും മോശം പറയാനുണ്ടാകും. അതാണ് ജീവിതം. ഇനി എത്ര തന്നെ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളിൽ കൈ കടത്താതിരിക്കുന്നതാണ് ബന്ധങ്ങൾ നിലനിർത്താൻ നല്ലത്. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മളെപ്പോഴും നമ്മളെ മറക്കുന്നത്. പിന്നീട് ആരും ഇല്ലാതാകുമ്പോൾ മറന്നുവെച്ച നമ്മളെ നമ്മൾ തിരിഞ്ഞു നോക്കും. അപ്പോഴേക്കും തിരിച്ചെടുക്കാനാവാത്ത വിധം ആ പഴയ നമ്മൾ നഷ്ടമായിട്ടുണ്ടാവും. ചില കാര്യങ്ങൾ വിലയുള്ളതായി തോന്നുന്നത് രണ്ട് ഘട്ടങ്ങളിൽ മാത്രമാണ്. ഒന്നുകിൽ അത് ലഭിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അത് നഷ്ടമാകുമ്പോൾ. ജീവിതം മനോഹരമാക്കാൻ ആരെയും തേടിപ്പോകേണ്ടതില്ല. തേടി വരുന്നവരെ ചേർത്ത് പിടിച്ചാൽ മതി. പലപ്പോഴും നമ്മളെ കാണുന്നവരെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കും. നമ്മൾ മറ്റാരെയോ തേടിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ നമ്മളെ തേടിക്കൊണ്ടിരിക്കുന്ന കണ്ണുകളിലാണ് നമ്മളോടുള്ള യഥാർത്ഥ സ്നേഹം. സ്വന്തം വില കളഞ്ഞ് ഒരാളെ സ്നേഹിക്കുമ്പോൾ അവർക്ക് നാം വെറും ഒരു കോമാളിയായി തോന്നും. അതുകൊണ്ട് സ്നേഹത്തിന് മുന്നിലാണെങ്കിൽ പോലും ആത്മാഭിമാനം പണയം വയ്ക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ആർക്കൊക്കെ പ്രാധാന്യമുണ്ട് എന്നതിലല്ല, അവരുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് പ്രാധാന്യമുണ്ടോ എന്നതിലാണ് കാര്യം. ബന്ധം ഏതായാലും ഒപ്പം നിൽക്കുന്ന ആൾ നമ്മുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിവുള്ള ആളാണെങ്കിൽ ആ ബന്ധം നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ടതായിരിക്കും. ആർക്കു വേണ്ടിയും ആരെയും നഷ്ടപ്പെടുത്താതിരിക്കുക. കാരണം ഒരാളും മറ്റൊരാൾക്ക് പകരം ആവുകയില്ല. ഒരിക്കൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീടൊരിക്കലും തിരിച്ചു കിട്ടുകയുമില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം നമ്മൾ ജീവനോളം സ്നേഹിക്കുന്നവർ നമ്മെ മനസ്സിലാക്കാത്തതാണ്. കഠിനാധ്വാനം ചെയ്ത് വിജയത്തിലെത്തിയാലും കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും കേൾക്കേണ്ടി വരും. നമ്മുടെ സന്തോഷം കെടുത്താൻ വന്ന പാഴ്വാക്കുകളായി തള്ളിക്കളയുക. സന്തോഷിക്കേണ്ടതായ നിമിഷങ്ങളിൽ സന്തോഷിക്കുക, അതിൽ അഭിമാനിക്കുക. ഇനിയും നേടാൻ ഉണ്ടേറെ. നാവിൽ രുചി തോന്നാത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് പോലെ തന്നെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന മനുഷ്യരെയും ഒഴിവാക്കാൻ പഠിക്കുക. പിന്നീട് എന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ ഒരിക്കലും സംഭവിക്കാതെ പോയേക്കാം. അതുകൊണ്ട് ഇപ്പോൾ ചെയ്യാനുള്ളത് ചെയ്യാതെ പോകരുത്. നമ്മുടെ സങ്കടം കണ്ട് സമൂഹമോ അവരുടെ ചിന്തകളോ മാറില്ല. അപ്പോൾ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒരാളെക്കുറിച്ചുള്ള ചിന്തകൾ ഒഴിവാക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിനർത്ഥം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ആ വ്യക്തിയുടെയും മനസ്സിൽ ഉണ്ടെന്നാണ്. ആളുകൾ തിരക്കിലായിരിക്കുമ്പോൾ കൂടുതൽ സന്തോഷവാനായിരിക്കും. കാരണം ഇത് ജീവിതത്തിലെ നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്ന് അവരെ തടയുന്നു. ദേഷ്യത്തെ പേടിക്കേണ്ട, അത് സ്നേഹം കൊണ്ടാണ്. പക്ഷേ അവഗണനയെ പേടിക്കണം, അത് വെറുപ്പാണ്. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പോരായ്മ നമ്മുടെ ആഗ്രഹങ്ങൾക്കോ നമ്മുടെ സ്നേഹത്തിനോ നമ്മുടെ സങ്കടങ്ങൾക്കോ ഒരു വിലയും തരാത്തവരെ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. മനസ്സ് തുറന്ന് സംസാരിച്ചാൽ, ഒന്ന് ക്ഷമ ചോദിച്ചാൽ, ഒന്ന് ക്ഷമിക്കാൻ തയ്യാറായാൽ മനോഹരമാകുന്ന എത്രയെത്ര ബന്ധങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്.